السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أعوذ بالله من همزات الشياطين ونعوذ بالله أن يحضرون. أعوذ بكلمات الله التامة أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. الحمد لله وبنعمته تتم الصالحات. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك، فلك الحمد حتى ترضى. اللهم صل على سيدنا وحبيبنا محمد وعلى آل وأصحاب سيدنا ومولانا محمد الفاتح لما أغلق والخاتم لما سبق وناصر الحق بالحق والهادي إلى صراطك المستقيم. أدى الأمانة ونصح الأمة وكشف الله به الغمة وجاهد في الله حق جهاده حتى أتاه اليقين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين اتقوا إذا مسهم طائف من الشيطان تذكروا إن الذين اتقوا إذا مسهم طائف من الشيطان تذكروا فإذا هم مبصرون. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. വളരെ സ്നേഹം നിറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാപനം ഷംസുൽ ഉലമ അറബിക് കോളേജിൻ്റെ 6ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ സമാപന പരിപാടിയിൽ അല്ലാഹുവിൻ്റെ അനുഗ്രഹമായി നമുക്കിവിടെ എത്തിച്ചേർന്നിട്ടുള്ള സയ്യിദന്മാർ, പണ്ഡിത ശിരോമണികളെ, ഉസ്താദുമാരെ, മുതഅല്ലിമീങ്ങളെ, രക്ഷിതാക്കളെ, ഉമ്മമാരെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഗമം നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ സ്ഥാപനം ഇവിടെ തുടങ്ങി വെച്ചവർ, അതിൻ്റെ തറക്കല്ലിടൽ മുതൽ ഇന്നോളം എല്ലാവിധ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും പ്രോത്സാഹനങ്ങളുമായി നമ്മോടൊപ്പം നിന്ന ബഹുമാനപ്പെട്ട സമസ്തയുടെ മഹത്തുക്കളായ ആലിമീങ്ങൾ, സാദാത്തുക്കൾ, അവരിൽ മരിച്ചുപോയവരുടെ ഖബറിടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മഹത്തുക്കളായ ഉസ്താദുമാർ, വിശേഷിച്ച് സമസ്തയുടെ പ്രസിഡന്റായ മഹാനായ ആനക്കര അവറുകൾ പ്രായാധിക്യത്തിൻ്റെ വിഷമതകളിലും പ്രയാസങ്ങളിലുമാണ്. അല്ലാഹു ആഫിയത്തും സലാമത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മാത്രം നമ്മളോട് വിട പറഞ്ഞു പോയ മഹാനായ സൈനുൽ ഉലമ റഷീദ് ഉസ്താദ് അവറുകൾ, മഹാനവറുകളുടെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. മഹാനായ ഷംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹ്, ആ മഹാനുഭാവന്റെ പ്രോജ്വലിക്കുന്ന സ്മരണകൾ എല്ലാ നാളിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അടയാളമാണ് കർണാടകയിലെ ഈ തോടാറിൽ നമ്മുടെ സ്ഥാപനം
ഷംസുൽ ഉലമ അറബി കോളേജ് ഇവിടെ തലയുയർത്തി നിൽക്കുന്നത്. പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിയയുടെ കീഴ് സ്ഥാപനമായി ഒരുപാട് ഫൈലിമാരായ പണ്ഡിതന്മാരെ ഈ സമുദായത്തിന് സമർപ്പിക്കാൻ പോന്ന ഈ മഹാസ്ഥാപനം 6 വർഷത്തിനുള്ളിൽ കൈവരിച്ച അഭൂതപൂർവമായ അതിൻ്റെ വിജയം സൂചിപ്പിക്കുന്നത് മഹാനായ ഷംസുൽ ഉലമ നിലകൊണ്ട പ്രസ്ഥാനവും മഹാനവറുകൾ ഏതൊരു ആശയത്തിന് വേണ്ടി നിലകൊണ്ടുവോ അതിൻ്റെ പ്രസക്തിയും അതിൻ്റെ പ്രൗഢിയും അതിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കാൻ ധാരാളം. അല്ലമ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ മരണാനന്തരം ഒരാൾക്ക് ലഭിക്കുന്ന രണ്ടാമതൊരു ജീവിതമുണ്ട്, ഹയാത്തു ദിക്റ, സ്മരണയിലൂടെ ലഭിക്കുന്ന ഒരു ജീവിതം. അതിനെ സംബന്ധിച്ച് പരാമർശിച്ച ഭാഗം, ചില ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് ആളുകൾ മറക്കും. ചില ആളുകളുടെ മരണം കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞാൽ ആളുകൾ മറന്നു. ചിലരുടേത് ഒരു 5 കൊല്ലം, ഒരു 10 കൊല്ലം. എന്നാൽ കാലാകാലങ്ങളിൽ സ്മരിക്കപ്പെടുന്ന മഹാന്മാരായ ആലിമീങ്ങൾ, അല്ലമ നബവി തങ്ങളെ പോലെയുള്ള ഇമാമു ദാരിൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിനെ, അഇമ്മത്തുൽ മുജ്തഹിദീങ്ങളിലെ മറ്റു പ്രഗൽഭരായ ഇമാമുമാർ, സ്വഹാബത്ത്, അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് മരിച്ചുപോയവരാണ്. പക്ഷേ ഇന്നും നമ്മൾ അവരെ സജീവമായി ഓർക്കുകയാണ്. ഫഖഹാക്കൾ, അല്ലമ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളെ പോലെയുള്ള മുഹദ്ദിസീങ്ങളായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങളെ പോലെയുള്ള ഒരുപാട് പണ്ഡിതന്മാരെ നമ്മൾ ഓർക്കുന്ന കൂട്ടത്തിലേക്ക് മലയാള മണ്ണിൽ നിന്ന് സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി സേവനം ചെയ്ത് ഈ സമൂഹത്തിന് ദിശാബോധം നൽകിയ മഹാനായ ഷംസുൽ ഉലമയുടെ ജീവിതവും വിശുദ്ധിയും എന്താണെന്ന് ഈ അടുത്ത കാലം വരെ തിരിയാതിരുന്ന ആളുകൾക്ക് തിരിയാൻ സമയമായിട്ടുണ്ട്. ആ മഹാനവറുകളോട് കളിച്ചവർ, ആ മഹാനവറുകളുടെ മനസ്സ് വേദനിപ്പിച്ചവർ, മഹാനായ ഷംസുൽ ഉലമയുടെ വഫാത്തിന് ശേഷം ഞങ്ങളാണ് ഷംസുൽ ഉലമയുടെ ആളുകൾ, ഞങ്ങളുടെ നേതാവാണ് എന്ന് ജനങ്ങളെ സാധാരണ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് ഷംസുൽ ഉലമയുടെ പേര് പറഞ്ഞ് മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ വഫാത്തിന്റെ ശേഷം ജീവിച്ചിരിക്കുന്ന കാലമത്രയും അസഭ്യങ്ങളും പറയാൻ പാടില്ലാത്തതും പറയുകയും എഴുതുകയും ചെയ്തതിന്റെ ശേഷം അവര് നല്ലവരായിരുന്നു, അവര് വലിയ മഹത്തുക്കളായിരുന്നുവെന്ന് മരണശേഷം അവരുടെ നാവിലൂടെ അള്ളാഹു വിളിച്ചു പറയിപ്പിക്കുന്നത് ഈ മഹത്തുക്കൾ അള്ളാഹിന്റെ മെഹബൂബീങ്ങളാണ് എന്നതിൻ്റെ അടയാളമാണ്. അതുകൊണ്ടാണത് പറയാൻ അള്ളാഹു അവരുടെ നാവ് കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ തങ്ങൾ പറയാറുണ്ട്, ഒരു മനുഷ്യനും അള്ളാഹുവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, സ്വകാര്യമായ ജീവിതത്തിലെ ബന്ധം എങ്ങനെയാണോ അത് എത്രത്തോളം രൂഢമൂലമാകുമോ അതിനനുസരിച്ചാണ് മരണത്തിന് ശേഷം അവർക്ക് അള്ളാഹു സ്മരണ കൊടുക്കുക എന്ന്. ഒരുപാട് കാലം ജനങ്ങൾ ഓർക്കുന്നവർ അത്രയും അള്ളാഹുവിനോട് അടുത്ത ആളുകളാണ്. അല്ലാത്തവരെയൊക്കെ ഒരു സ്മരണികയും ഒരു അനുസ്മരണവും കഴിഞ്ഞാൽ ജനങ്ങൾ മറന്നുപോകുന്നു. അല്ലാത്തവർ കാലാകാലങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കും. അത് മരണത്തിന് ശേഷം ലഭിക്കുന്ന വേറെ ഒരു ജീവിതത്തിന്റെ തുല്യമാണ് എന്ന് മഹാനായ പണ്ഡിതൻ അല്ലാമ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ വളരെ വിശദമായി ഉലമാഇന്റെ മനാഖിബിനെ സംബന്ധിച്ച് പരാമർശിച്ചപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മഹത്തുക്കളായ ഉസ്താദുമാരോടുകൂടെ, ഗുരുനാഥന്മാരോടുകൂടെ, അവരോടൊപ്പം നിന്ന ഉമറാഇന്റെ കൂടെ ഈ സമൂഹത്തിന് ഒരാപത്ത് സംഭവിക്കല്ലേ, ഈ സമൂഹം രണ്ടായി പിളരരുത്, ഒരുമിച്ച് നിൽക്കണേ എന്നാഗ്രഹിച്ച് ഒരുപാട് വേദന സഹിച്ച ഒരുപാട് ഉസ്താദുമാർ, ഒരുപാട് മഹല്ലുകത്തിലെ ഭാരവാഹികൾ,
ഒരുപാട് സാധാരണക്കാരായ പ്രവർത്തകർ, അവരുടെയൊക്കെ പ്രവർത്തനങ്ങളെ അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവിൻ്റെ സ്വർഗത്തിലെത്താനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ ചെയ്യുകയാണ്. ഈ വൈകിയ വേളയിൽ ആമുഖങ്ങളൊന്നും നെട്ടിപ്പറയാതെ ഒരൽപ്പം കാര്യങ്ങൾ നാമും അള്ളാഹുമായുള്ള ബന്ധം പഠിപ്പിക്കലാണ് ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും സ്ഥാപനത്തിൻ്റെയും ലക്ഷ്യം. അതാണ് അള്ളാഹുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കലാണ്. നാമും റബ്ബും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, മൻ തറക ശൈഅൻ ലില്ലാഹ് അവ്വദഹു അല്ലാഹു ഖൈറൻ മിൻഹു. അള്ളാഹുവിന് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും അള്ളാഹു അരുതെന്ന് പറഞ്ഞത് ഒഴിവാക്കി കൊടുത്താൽ, അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിച്ചാൽ, എൻ്റെ റബ്ബ് പറഞ്ഞതിൻ്റെ പേരിൽ മറ്റൊന്നുമല്ല, നാട്ടുകാരെ പേടിച്ചുകൊണ്ടല്ല, സമൂഹത്തെ പേടിച്ചുകൊണ്ടല്ല, സോഷ്യൽ മീഡിയയെ പേടിച്ചുകൊണ്ടല്ല, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് മാത്രം ഒരു തിന്മയിൽ നിന്ന് നമ്മൾ പിന്മാറുകയോ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് നമ്മൾ മാറ്റിവെക്കുകയോ ചെയ്താൽ അതിന് പകരമായി എത്രയോ ഖൈറുള്ളത് അള്ളാഹു പകരം നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്നെ പഠിപ്പിച്ച ഒരുപാട് ഹദീസുകളിലൂടെ, സംഭവങ്ങളിലൂടെ, ചരിത്രങ്ങളിലൂടെ ഈ വസ്തുത നിബിധങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തിൽ ലം യതകല്ലം ഫിൽ മഹദി ഇല്ലാ സലാസ, മൂന്നാളുകളാണ് തൊട്ടിൽ കടന്ന് സംസാരിച്ചതെന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൽ പറഞ്ഞു. വേറെ ചില ഹദീസുകളിൽ നാല് പേരുണ്ടെന്ന്, നാലിലേറെയുണ്ടെന്ന് നബി തങ്ങൾ പഠിപ്പിച്ച സംഭവങ്ങളുമുണ്ട്. ഈ ഹദീസിൽ 3 പേരാണെന്ന് പറഞ്ഞു. അതിലൊന്ന് ജുറൈജ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന് വേണ്ടി ഒരു തിന്മയെ ഒഴിവാക്കിയപ്പോൾ, ഒരു ടെംപ്റ്റേഷൻ അവോയ്ഡ് ചെയ്തപ്പോൾ അല്ലാഹു നൽകുന്ന കറാമത്തിനെ കുറിച്ചാണ് നബി തങ്ങൾ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഗിയുൻ മിൻ ബഗായാ ബനി ഇസ്രായീൽ, ഇസ്രായേൽ സന്തതികളിൽ കഴിഞ്ഞു പോയ ഒരു വേശ്യാവൃത്തി ചെയ്തിരുന്ന പെണ്ണാണ് പറഞ്ഞത്, ജുറൈജ് എന്നവരുടെ ആരാധനയെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യും, അതിനെ ഡിസ്റ്റർബ് ചെയ്യും. മഹാനവറുകളുടെ ആരാധനയിൽ നിന്ന് എൻ്റെ ശാരീരിക ലാവണ്യത്തിലേക്ക് ഞാൻ അവരെ വശീകരിച്ചു കൊണ്ടുവരും. സൗമഅ, സ്വന്തം കൂടാരത്തിൽ ഒരു ചെറിയ ആരാധനാലയത്തിൽ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നിസ്കാരം നടക്കുന്ന മുസല്ലയുടെ മുമ്പിൽ വന്ന് ശരീരത്തിലെ വസ്ത്രങ്ങൾ മാറ്റിവെച്ച് ഹറാമായ രീതിയിൽ മഹാനായ ആലിമിന്റെ നിസ്കാരം ഫസാദാക്കുവാൻ വേണ്ടി നൃത്തമാടുകയും ശരീരത്തിന്റെ ലാവണ്യം കാണിച്ചു കൊടുക്കുകയും ചെയ്യാൻ മുതിരവേ അല്ലാഹുവിന്റെ മുമ്പിൽ അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീ വലിയവനാണ്, റബ്ബേ നീ ഏറ്റവും വലിയവനാണ്, അല്ലാഹുവിന്റെ ചിന്തയല്ലാതെ മറ്റൊന്നും മനസ്സിലേക്ക് കടത്തിവിടാൻ അനുവദിക്കാതെ ആ പെണ്ണിന്റെ എല്ലാ പ്രലോഭനങ്ങളും എല്ലാവിധ കുതന്ത്രങ്ങളും വകഞ്ഞു മാറ്റി നിസ്കാരത്തിൽ തന്നെ തുടർന്നപ്പോഴാണ് അവർക്ക് നിരാശ വന്ന് ആ പെണ്ണ് തൊട്ടടുത്തുള്ളൊരു ആട്ടിടയനെ പ്രാപിക്കുന്നത്. ഗർഭം ധരിക്കുന്നു, പ്രസവിക്കുന്നു. നാട്ടുകാരോട് പറഞ്ഞു, ഈ കുഞ്ഞിന്റെ ഉപ്പ ജുറൈജാണ്, അവര് നിരപരാധിയാണ്. നാട്ടുകാർ കേട്ട പാതി കേൾക്കാത്ത പാതി ഓടുകയാണുണ്ടായത്. കേട്ടതും കേൾക്കാത്തതും നോക്കാതെ ഓടുകയാണുണ്ടായത്. ഓടിച്ചെന്നു മഹാനവറുകളുടെ ഇബാദത്ത് ചെയ്യുന്ന ചെറിയൊരു മഠമുണ്ട്, അത് തച്ചു പൊളിച്ചു അവര്. എന്താണ് സംഭവിക്കുന്നറിയുന്നില്ല, എന്താണ് സംഭവിച്ചതെന്നറിയില്ല. അവര് ചോദിച്ചു, ലിമ തഫഅലൂന ഹാദാ, നിങ്ങൾ എന്തിനാ ഇത് ചെയ്യുന്നത്? നിങ്ങളല്ലയോ വ്യഭിചരിച്ചത്? നിങ്ങളുടെ കുഞ്ഞല്ലേ ഈ ഗർഭം ധരിച്ചത്? നിങ്ങളല്ലയോ കുഞ്ഞിന്റെ വാപ്പ? അവര് പറഞ്ഞു, ഞാൻ വ്യഭിചരിച്ചിട്ടില്ലല്ലോ, ഞാൻ വ്യഭിചരിച്ചിട്ടില്ലല്ലോ. വ്യഭിചാരത്തിന്റെ ഒരു അവസരം എന്റെ മുമ്പിലേക്ക് വന്നപ്പോ അല്ലാഹുവിന് വേണ്ടി എന്റെ കണ്ണുകളെ നിയന്ത്രിക്കുകയും എന്റെ ശരീരം നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ. ആ സമയം വുളു എടുക്കുകയും
2 റക്അത്ത് നിസ്കരിക്കുകയും അല്ലാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്തു. റബ്ബേ, അല്ലാഹുവേ, ഈ പരീക്ഷണത്തിൽ നിന്റെ സഹായം എനിക്ക് വേണം. ആ കുഞ്ഞിനെ, ചോരപ്പൈതനായ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് വിരലുകൊണ്ട് തൊട്ടുകൊണ്ട് ചോദിച്ചു, മോനെ, മൻ അബൂക്, ആരാണ് നിന്റെ ഉപ്പ, ആരാണ് നിന്റെ പിതാവ്? അർറാഇ ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്നാലിന്ന ആട്ടിടയനാണ്. ഇന്നാലിന്ന ആട്ടിടയനാണെന്ന് സംസാര പ്രായമെത്തിയിട്ടില്ലാത്ത ലം യതകല്ലം ഫിൽ മഹദി ഇല്ലാ സലാസ, 3 പേരല്ലാതെ തൊട്ടിലിൽ കിടന്ന് സംസാരിച്ചിട്ടില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കുഞ്ഞ് സംസാരിച്ചു. തിരുവിധങ്ങൾ പറയുകയാണ്, ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നത്, മൻ തറക ലില്ലാഹി, മൻ തറക ശൈഅൻ ലില്ലാഹി അവദഹു അല്ലാഹു ഖൈറൻ മിൻഹു. അല്ലാഹുവിന് വേണ്ടി എന്തെങ്കിലും നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ അതിന് പകരമായി അല്ലാഹു നിങ്ങൾക്ക് വലിയൊരു നന്മ തരും. ജുറൈജ് എന്നവരുടെ കറാമത്ത് വെളിവാകുന്നത് ഒരു ടെംപ്റ്റേഷൻ അവോയ്ഡ് ചെയ്തപ്പോഴാണ്. എൻ്റെ യുവാക്കളോട്, ചെറുപ്പക്കാരോട്, ചെറുപ്പക്കാരികളോട് വളരെ വിനയത്തോടുകൂടെ ഉണർത്താനുള്ളത്, ഇന്ന് മനുഷ്യൻ വഴിതെറ്റുന്ന, മനുഷ്യന്റെ ശരീരത്തിലെ അവയവങ്ങളിൽ ഏറ്റവും ഗുരുതരമായ വീഴ്ച നടക്കുന്നത് നമ്മുടെ കണ്ണിലൂടെയാണ്. അന്നദുറു സഹ്മുൻ മസ്മൂമുൻ മിൻ സിഹാമി ഇബ്ലീസ്. പിശാചിന്റെ വിഷത്തിലൂന്നിയ അസ്ത്രമാണ് ഹറാമിലേക്കുള്ള നോട്ടമെന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമായിരുന്നു. കണ്ണുകളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഇബാദത്തിന്റെ മധുരം അറിയാൻ കഴിയില്ല. ഇബാദത്തിന് രസമുണ്ട്, ആരാധനയ്ക്ക് മധുരമുണ്ട്, വിശുദ്ധ ഖുർആൻ പാരായണത്തിന് മധുരമുണ്ട്, ദിക്റിന് മധുരമുണ്ട്, പാതിരാവിലെ നിസ്കാരങ്ങൾക്ക് മധുരമുണ്ട്. ആ മധുരം അറിയണമെങ്കിൽ കണ്ണ് സൂക്ഷിക്കാൻ കഴിയണം. കണ്ണിനെ സൂക്ഷിക്കാൻ കഴിയാത്തവർക്ക് ഇത് അനുഭവിക്കാൻ കഴിയില്ല. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ഏതെങ്കിലും ഒരാൾ ഹറാമിലേക്കുള്ള ഒരു നോട്ടം അല്ലാഹുവിന് വേണ്ടി ഒഴിവാക്കി കഴിഞ്ഞാൽ റസഖഹുല്ലാഹു ഇബാദതൻ യജിദു ഹലാവതഹാ, മാധുര്യമുള്ള ഒരു ഇബാദത്ത് അല്ലാഹു അവർക്ക് പകരം നൽകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മധുരമുള്ള ഇബാദത്ത് അല്ലാഹു പകരം നൽകും. കണ്ണ് നിയന്ത്രിക്കുകയാണെങ്കിൽ. എന്താ നമ്മുടെ കണ്ണിന്റെ അത്ഭുതം? ലോകത്തെ ഒരു ലെൻസിനും ഒപ്പം നിൽക്കാൻ കഴിയാത്തത്, ഒരു ക്യാമറ കണ്ണിനും നമ്മുടെ കണ്ണിനോളം ഒപ്പമെത്താൻ കഴിയില്ല. ഒരു വീഡിയോ ക്യാമറക്കോ നമ്മുടെ മൊബൈലിന്റെ ക്യാമറക്കോ കിർലിയൻ ക്യാമറകൾക്ക് വരെ കണ്ണോളം എത്താൻ കഴിയില്ലല്ലോ. അത്രയും സൊഫിസ്റ്റിക്കേറ്റഡായി, വളരെ മനോഹരമായി, അതിസങ്കീർണമായി അല്ലാഹു സംവിധാനിച്ച മാംസത്തിന്റെ 2 ബോളുകൾ നമ്മുടെ കണ്ണുകളായി അല്ലാഹു സ്ഥാപിച്ചു തന്നത് എത്രയാ നിഅമത്ത്. ലം യഅലം ഖീമത്തൽ ബസീറ ഇല്ലാ മൻ ഫഖദഹാ. കാഴ്ച നഷ്ടപ്പെടുന്നവർക്ക് കാഴ്ചയുടെ അതിന്റെ വില അറിയൂ എന്ന് പറയപ്പെടാറുണ്ട്. അതിന്റെ വില അറിയണമെങ്കിൽ കണ്ണ് ചിമ്മി നമ്മൾ ഇന്ന് വീട്ടിലേക്ക് നടന്നു പോകണം. ഈ വാത് കഴിഞ്ഞ് നടന്നു പോകുമ്പോൾ ഒന്ന് കണ്ണ് ചിമ്മി നടന്നു നോക്കുക, എന്താണ് ഒരു അന്ധൻ അനുഭവിക്കുന്ന അനുഭവമെന്ന്. കണ്ണിന്റെ നിഅമത്ത് എത്രയാണെന്ന് അറിയണമെങ്കിൽ ഒരു ദിവസം ഒരൽപ്പനേരം കണ്ണ് ചിമ്മി നടക്കി. യാ അല്ലാഹ്, നീ തന്ന കണ്ണുകൾക്ക് ശുക്ർ ചെയ്യാൻ ഞങ്ങളെ കൊണ്ടാവില്ല റബ്ബേ. 500 വർഷം നിനക്ക് ഇബാദത്ത് ചെയ്ത ഒരു മഹാന്റെ ചരിത്രം ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. 500 വർഷം കടലിലെ ഒരു ചെറിയ ദ്വീപിനുള്ളിൽ, ആ ദ്വീപിലെ ഒരു കുന്നിൻ മുകളിൽ ഒറ്റയ്ക്ക് ഇബാദത്ത് ചെയ്ത് 500 വർഷം ജീവിച്ച ഒരു മഹാൻ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയാൾക്ക് കുടിക്കാനുള്ള ശുദ്ധമായ വെള്ളം ആ മലയുടെ താഴ്ഭാഗത്ത് അല്ലാഹു നൽകുകയായിരുന്നു. ഒരു ഉറുമ്മാൻ പഴം കായ്ക്കുന്ന ഒരു വൃക്ഷവുമുണ്ട് അവിടെ. എല്ലാ രാത്രിയിലും ഒരു ഉറുമ്മാൻ പഴം അവിടെ കായ്ക്കും. വർഷത്തിൽ ഒരിക്കൽ മാത്രം കായ്ക്കുന്ന ആ വൃക്ഷത്തിൽ നിന്ന് എല്ലാ ദിവസവും 1 വീതം ഇയാൾക്ക് കഴിക്കാൻ അല്ലാഹു കൊടുക്കുകയും 5 വർഷം, 500 കൊല്ലം, 500 വർഷം ആരോഗ്യത്തോടെ ജീവിക്കുകയും ചെയ്ത ഒരാളെ അല്ലാഹുവിന്റെ ഹബീബ് പരിചയപ്പെടുത്തി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിയാമത്ത് നാളിൽ അല്ലാഹു കൊണ്ടുവരുന്ന വിചാരണയ്ക്ക് വേണ്ടി, വിചാരണയ്ക്ക് കൊണ്ടുവരുമ്പോ അല്ലാഹു ചോദിക്കുന്നു, മലക്കുകളെ, എൻ്റെ അടിമയെ, അദ്ഖിലു അബ്ദി അൽ ജന്നത ബിറഹ്മതി, എൻ്റെ കരുണയാൽ, എൻ്റെ ഔദാര്യത്താൽ ഈ അടിമയെ നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോയേക്കണം.
ഈ അടിമയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം ബിറഹ്മതി, എന്റെ കരുണ കൊണ്ട് കൊണ്ടുപോകണം. അയാൾ പറഞ്ഞു, റബ്ബേ ബൽ ബിഅമലി, എന്റെ അമലുണ്ടല്ലോ റബ്ബേ, 500 കൊല്ലത്തെ അമലുണ്ടല്ലോ, നിന്റെ കരുണ കൊണ്ടാവണോ? എന്റെ അമലിന് പകരം തന്നെ സ്വർഗം കിട്ടില്ലേ? എന്റെ അമലിന് പകരം തന്നാൽ പോരെ? അല്ലാഹു പറഞ്ഞു, എന്റെ കരുണ കൊണ്ട് സ്വർഗത്തിൽ കൊണ്ടുപോകും. അയാൾ പിന്നെയും പറയുന്നു, അല്ലാഹുവേ എന്റെ അമല് കൊണ്ട് ബൽ ബിഅമലി. അല്ലാഹു മൂന്നാമതും പറയുന്നു, വിചാരണ നടക്കുന്നതായി അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു അറിയിച്ചു കൊടുക്കുകയാണ്. ഹിസാബ് നടക്കുന്നതിന്റെ മുമ്പ് തന്നെ മിഅ്റാജിൽ കാണിച്ചു കൊടുത്ത പോലെ, ഇസ്രായേൽ കണ്ടതുപോലെ നടക്കാൻ പോകുന്നത് നടന്നതായി അല്ലാഹു കാണിച്ചു കൊടുക്കുന്നത്. എന്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗത്തിലേക്ക്. അയാൾ പറഞ്ഞു, റബ്ബേ എന്റെ അമല് കൊണ്ട്. നേരം അല്ലാഹു മറുപടി പറയുന്നു, നിങ്ങളുടെ അമല് കൊണ്ടാണെങ്കിൽ അമലുകളൊന്ന് തൂക്കി നോക്കട്ടെ. ഞാൻ തന്ന നിഅമത്തുകൾക്ക് പകരം വെക്കാൻ നിങ്ങളുടെ കണ്ണുകൾക്കായിട്ടുണ്ടോ, കൈകാലുകൾക്കായിട്ടുണ്ടോ, ഹാർട്ടിനും ലിവറിനും നിങ്ങളുടെ ബ്രെയിനിനും ആയിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. മീസാൻ കനം കുറയുകയാണ്. 2 കണ്ണുകൾ മാത്രം അല്ലാഹു എടുത്തു വെക്കുകയും 500 കൊല്ലം അല്ലാഹു ആരോഗ്യം കൊടുത്ത് ഇബാദത്ത് ചെയ്ത ഇബാദത്തുകൾ 2 കണ്ണിന് പകരമാവാൻ കഴിയുമോ എന്ന് നോക്കുമ്പോ പകരമാവുന്നില്ല. 2 കണ്ണുകൾക്ക് പകരമായില്ല. പിന്നെയല്ലേ ബാക്കിയുള്ള നിഅമത്തുകളൊക്കെ. അല്ലാഹു പറയുന്നു, അദ്ഖിലൂ അബ്ദി അന്നാർ, എന്റെ അടിമയെ നിങ്ങൾ നരകത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് അല്ലാഹു പറയുന്നു. ആ സമയം ആ മനുഷ്യൻ പറഞ്ഞു, അല്ലാഹുവേ നരകത്തിലേക്ക് കൊണ്ടുപോവല്ലേ, നിന്റെ ഔദാര്യം കൊണ്ട് നീ എനിക്ക് സ്വർഗം താ. എന്റെ അമല് കൊണ്ട് സാധ്യമല്ല, നിന്റെ ഔദാര്യം കൊണ്ട് നിന്റെ സ്വർഗം താ. അല്ലാഹു ചോദിക്കുന്നു, യാ അബ്ദി, എന്റെ അടിമയെ ഞാനല്ലയോ നിങ്ങൾക്ക് 500 വർഷം ജീവിക്കാൻ ആരോഗ്യം തന്നത്? ബലാ യാ റബ്ബ്, അതേ റബ്ബേ നീ തന്നെയാണ്. ഞാനല്ലയോ ഖലഖ്തുക വലം തകു ശൈആ, ഒന്നുമില്ലായിരുന്ന ഇല്ലായ്മയിൽ നിന്ന് ഞാനല്ലയോ നിങ്ങൾക്ക് എക്സിസ്റ്റൻസിലേക്ക്, നിങ്ങൾക്ക് അസ്തിത്വത്തിലേക്കുള്ള തൗഫീഖ് നൽകിയത്? ഞാനല്ലേ നിങ്ങളെ ഇല്ലായ്മയിൽ നിന്നും സൃഷ്ടിച്ചത്? ബലാ യാ റബ്ബ്, ഞാനല്ലയോ നിങ്ങൾക്ക് ചുറ്റുവട്ടത്തും ഉപ്പുവെള്ളം ഉണ്ടായിരിക്കെ ശുദ്ധജലം കുടിക്കാൻ നിങ്ങൾക്കൊരു സ്പ്രിംഗ് ഉണ്ടാക്കി തന്നത്, നിങ്ങൾക്കൊരു കുടിനീർ വരുന്ന ഉറവുണ്ടാക്കി തന്നത്? അതേ റബ്ബ്, നഅം ബലാ യാ റബ്ബ്, അല്ലാഹുവേ 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 നീ തന്നെയാണ്. അങ്ങനത്തെ ഞാൻ നിങ്ങളോട് ഭൂമിയിൽ കരുണ ചെയ്ത പോലെ ഇവിടെയും കരുണ ചെയ്യുന്നു. എന്റെ കരുണ കൊണ്ട് നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാം. സ്വഹീഹായ ഹദീസ്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, മനുഷ്യന്റെ കണ്ണുകൾ 500 കൊല്ലം തിന്മ ചെയ്യാതെ ഇബാദത്തുകൾ മാത്രം ചെയ്ത ഒരു മനുഷ്യന്റെ 500 കൊല്ലത്തെ അമലുകൾ 2 കണ്ണുകൾക്ക് പകരമാവാൻ കഴിയില്ല. 2 കണ്ണെന്ന നിഅമത്തിന് പകരം വെക്കാൻ കഴിയില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, യുവജനങ്ങളോട്, ചെറുപ്പക്കാരോട്, മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നവരോട്, ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഉപയോഗിക്കുന്നവരോട്, സോഷ്യൽ മീഡിയകൾ കൈകാര്യം ചെയ്യുന്നവരോട്, നമ്മുടെ കണ്ണുകളില്ലെങ്കിൽ ഇതിലേക്ക് നോക്കാനാകുമോ? നമ്മുടെ കണ്ണുകളില്ലെങ്കിൽ അത് വായിച്ചെടുക്കാൻ കഴിയുമോ? നമ്മുടെ കണ്ണുകളില്ലായിരുന്നെങ്കിൽ ഒരു ഫയൽ ഓഡിയോ ആണോ വീഡിയോ ആണെന്ന് നോക്കിക്കാണാൻ കഴിയുമോ? നമ്മുടെ കണ്ണുകളില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഈ അനുഭവങ്ങൾ അനുഭവിക്കാൻ കഴിയുമോ? അതുകൊണ്ട് ഹറാമിലേക്ക് നോക്കുകയും നോക്കാൻ പാടില്ലെന്ന് പറഞ്ഞത് കാണുകയും, നിങ്ങൾ ഒരിക്കലും വായിക്കരുതെന്ന് പറയുന്നത് വായിക്കുകയും, അശ്ലീലമായത് നമ്മുടെ കൺമുൻപിലേക്ക് കടന്നു വരികയും ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് നമ്മുടെ 2 കണ്ണുകളെ കൊണ്ടുവന്നാൽ അതിന് പോലും ശുക്ർ ചെയ്തതായി കാണിക്കാൻ എന്ത് അമലാ നമ്മുടെ കൈകളിലുള്ളത്? അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ഹറാമിലേക്കുള്ള ഒരു നോട്ടം നമ്മൾ സൂക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്താൽ, ഹറാമിലേക്ക് ഒരു നോട്ടം, ഹറാമായ ഒരു പിക്ചർ, ഒരു വീഡിയോ, ഒരു മനുഷ്യന്റെ ഔറത്ത്, വ്യഭിചാരത്തിന്റെ പച്ചയായ കഥകൾ ഓൺലൈനിലൂടെ ടെക്നോളജിയുടെ സഹായത്താൽ പ്രചരിപ്പിക്കപ്പെടുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യന്റെ കണ്ണുകൾ നിയന്ത്രിക്കാത്തവർക്ക് നിസ്കാരത്തിന്റെ മധുരമറിയാൻ കഴിയുന്നില്ല, ഈമാനിന്റെ മധുരമറിയാൻ കഴിയില്ല, ഇൽമിന്റെ മധുരമറിയാൻ കഴിയില്ല, ഇബാദത്തിന്റെ മധുരമറിയാൻ കഴിയില്ല. ഏതോ ഒരു കോലത്തിൽ എങ്ങനെ ജീവിച്ചു പോകുന്നു.
എങ്ങനെയോ കുറെ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു. അതിന് മധുരമുണ്ട്. റസഖഹുല്ലാഹു ഇബാദതൻ യജിദു ഹലാവതഹാ. മാധുര്യമുള്ള ഇബാദത്ത് കണ്ണുകളെ നിയന്ത്രിക്കുന്നവർക്ക് അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ തറക ശൈഅൻ ലില്ലാഹ് അവ്വലഹുല്ലാഹു ഖൈറൻ മിൻഹു. അല്ലാഹുവിന് വേണ്ടി വല്ലതും ഉപേക്ഷിച്ചാൽ അതിനേക്കാൾ ഖൈറായത് അല്ലാഹു പകരം നൽകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്ന വേറെയും അനുഭവങ്ങളുണ്ട്. മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാൻ കഴിയും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെന്ന് പറഞ്ഞു, ഇസ്തറാ റജുലുൻ മിൻ റജുലിൻ അഖാറൻ ലഹ്. സത്യസന്ധനായ ഒരു കച്ചവടക്കാരൻ സത്യസന്ധനായ ഒരാളിൽ നിന്ന് ഒരു ഭൂമി വിലക്ക് വാങ്ങി. ഭൂമി കച്ചവടം നടത്തി. ഒരു ലാൻഡ് വാങ്ങിച്ചു. ഭൂമി വാങ്ങിച്ച് തൻ്റെതായതിന്റെ രേഖകളൊക്കെ ആയി കഴിഞ്ഞപ്പോ ആ ഭൂമിയിൽ എന്തോ കുഴിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു സാധനം കിട്ടി. തുറന്നു നോക്കുമ്പോൾ ആയിരക്കണക്കിന് സ്വർണ്ണ നാണയങ്ങൾ, ഒരുപാട് സ്വർണ്ണ നാണയം. സ്വർണ്ണ നാണയത്തിന്റെ ഒരു ട്രഷറാണ് കിട്ടിയത്, ഒരു നിധിയാണ് കിട്ടിയത്. വാങ്ങിച്ച ആൾ വിറ്റ ആളിന്റെ അരികത്തേക്ക് ഓടിച്ചെന്നുകൊണ്ട് പറഞ്ഞു, പിന്നെ നിങ്ങൾ എനിക്കൊരു സ്ഥലം കച്ചവടം ചെയ്തില്ലേ? അവിടെ എനിക്ക് സ്വർണത്തിന്റെ ഒരു പാത്രം നിറയെ സ്വർണ്ണ നാണയം കിട്ടിയിട്ടുണ്ട്. ഞാൻ നിങ്ങളിൽ നിന്ന് വാങ്ങിച്ചത് ഭൂമിയാണല്ലോ, സ്വർണമല്ലല്ലോ. അതുകൊണ്ട് ആ സ്വർണം നിങ്ങൾ എടുക്കണം, അത് എനിക്കുള്ളതല്ല. ആര് പറഞ്ഞു? വാങ്ങിച്ച ആൾ. പരിശുദ്ധ ഹബീബായ തങ്ങളാണ് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്. റഹിമല്ലാഹു റഅൻ സംഹൻ ഇദാ ബാഅ സംഹൻ ഇദാ ഇശ്തറാ. വിൽപ്പനയും വാങ്ങലും നടത്തുമ്പോൾ മാന്യമായി ഖൈറായി കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ റഹ്മത്തുണ്ടെന്ന് പരിശുദ്ധ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റഹിമല്ലാഹു റഅൻ, ഒരാൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. സംഹൻ ഇദാ ബാഅ, കച്ചവടം ചെയ്യുമ്പോൾ വളരെ വളരെ ഔദാര്യത്തോടുകൂടെ കച്ചവടം ചെയ്യുന്നവർ, പിടിച്ചു പറിക്കാത്തവർ, ഭീമമായ കൊള്ളലാഭം എടുക്കാത്തവർ, ആളുകളെ ബുദ്ധിമുട്ടാക്കാത്തവർ, വഞ്ചിക്കാത്തവർ, വാങ്ങിക്കുമ്പോഴും മാന്യമായി വാങ്ങിക്കുകയും വിൽക്കുമ്പോൾ മാന്യമായി വിൽക്കുകയും ചെയ്യുന്ന കച്ചവടക്കാർക്ക് അല്ലാഹുവിന്റെ റഹ്മത്തുണ്ട് എന്ന് മുത്തനബി ഞങ്ങൾ പറയാറുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വാങ്ങിച്ച ആള് കൊടുത്ത ആളോട് ചെന്ന് പറയുന്ന വാക്കെന്താ? ഈ സ്വർണ്ണ നാണയം നിങ്ങൾ എടുക്കണം, എനിക്ക് വേണ്ട. വിറ്റ ആള് പറഞ്ഞത് വലിയ അത്ഭുതം. അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ആ ഭൂമി വിറ്റ് കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ആ ഭൂമിയും അതിനകത്തുള്ളതും നിങ്ങളുടേതാണ്, എനിക്ക് വേണ്ട. ഇമാം ബുഖാരി തങ്ങൾ ഈ സംഭവം ഉദ്ധരിച്ചു. എനിക്ക് വേണ്ട എന്ന് രണ്ടുപേരും. ഒരാൾ സ്വർണ്ണ നാണയം കിട്ടിയത്, സ്വർണത്തിന്റെ ഒരു പാത്രം നിറയെ സ്വർണ്ണ നാണയം. എനിക്ക് വേണ്ട, നിങ്ങൾ എടുത്തോളൂ. അയാൾ ഇതെനിക്ക് വേണ്ട, നിങ്ങൾ എടുത്തോളൂ. ഫതഹാകമാ ഇലാ റജുലിൻ, ഒരാളുടെ അടുത്തേക്ക് അവരെ വിധി പറയാൻ സമീപിച്ചു. അയാളോട് ചോദിച്ചു, ഞങ്ങൾക്ക് ഇതിൽ വിധി പറഞ്ഞു തരണം, എന്താണ് ഇതിന്റെ സാരം? അയാൾ ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരുടെയും സത്യസന്ധത കാണുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുന്നു. നിങ്ങൾ ആർക്കെങ്കിലും കല്യാണപ്രായമെത്തിയ ആൺമക്കളോ പെൺമക്കളോ ഉണ്ടോ? ഒരാൾ പറഞ്ഞു എനിക്കൊരു മോളുണ്ട്, മറ്റേ ആൾ പറഞ്ഞു എനിക്കൊരു മോനുണ്ട്. എന്നാൽ നിങ്ങളുടെ മോൻ കല്യാണം കഴിക്കട്ടെ. ആ വിവാഹത്തിന് ഈ കിട്ടിയ സംഖ്യയിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുകയും ചെയ്യുക. അങ്ങനെ ഈ പൈസ നിങ്ങൾക്ക് രണ്ട് കുടുംബത്തിനായി ഉപയോഗിക്കുക. അതാണ് ഇതിന്റെ പരിഹാരമെന്ന് ആ ഹകം അവിടെ വിധി പറഞ്ഞ ആള് വിധി പറഞ്ഞുവെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ലാൻഡ് കച്ചവടം ചെയ്തപ്പോൾ നടന്ന ഒരു സംഭവം. സ്വന്തം മക്കളുടെ വിവാഹം നടക്കുമ്പോൾ എത്രയോ മനസ്സ് വിഷമിച്ചുകൊണ്ട് ആലോചിക്കുന്നവരാണ് രക്ഷിതാക്കൾ. എങ്ങനെയാ റബ്ബേ എൻ്റെ മോളെ കല്യാണം കഴിച്ചയക്കുക? എങ്ങനെയാണ് റബ്ബേ കല്യാണമാകുമ്പോഴേക്കും കടബാധ്യതകൾ ഇല്ലാതെ കാര്യങ്ങൾ എങ്ങനെയാണ് ശരിയാക്കിയെടുക്കുക? മൻ തറക ലില്ലാഹി ശൈഅൻ അവദഹുല്ലാഹു ഖൈറൻ മിൻഹു. തന്റേതാണെന്ന് പറഞ്ഞ് ഇല്ലാത്തത് വാങ്ങിച്ചു കൂട്ടുന്ന കാലമാണിത്.
അർഹതയില്ലാത്തത് ചോദിച്ചു വാങ്ങുന്ന കാലമാണിത്. തനിക്ക് എടുക്കാമെന്ന് തോന്നിയിരുന്നത്, തൻ്റെതാണെന്ന് തോന്നിയിരുന്നത് എനിക്ക് വേണ്ട എന്ന് മാറ്റിവെച്ചപ്പോ ആ രണ്ട് കുടുംബങ്ങൾക്കിടയിൽ